വലിയ പെരുന്നാൾ വരുന്നത്. അപ്പോൾ പെരുന്നാളുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് അറഫാന്റെ സുബഹി മുതൽ നിസ്കാര ശേഷം തക്ബീർ സുന്നത്തുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ പറയാം, ബുധനാഴ്ച നമ്മൾ അറഫ ദിവസമാണ്, ബുധനാഴ്ച സുബഹി നിസ്കരിച്ചാൽ തക്ബീർ സുന്നത്താണ്. ബുധൻ വ്യാഴം പെരുന്നാൾ ദിവസമായി, വെള്ളി ശനി ഞായർ 3 അയ്യാമു തശ്രീഖിന്റെ ദിവസം, അയ്യാമു തശ്രീഖിന്റെ അവസാനത്തെ ദിവസം അസർ വരെയാണ് തക്ബീർ. ഈ തക്ബീറുകൾക്ക് മുഖയ്യദ് എന്ന് പേരുണ്ട്. എന്ന് പറഞ്ഞാൽ ഉപാധി ഉണ്ട്. നിസ്കാരശേഷമുള്ള തക്ബീറാണ്. മറ്റൊരു തക്ബീർ അഥവാ അതിന്റെ ടൈമിന് മുർസലായ തക്ബീർ എന്നാണ് പറയുന്നത്. മുർസലായ തക്ബീർ എന്ന് പറഞ്ഞാൽ പെരുന്നാൾ രാവ് അഥവാ ബുധനാഴ്ച സൂര്യൻ അസ്തമിച്ചത് മുതൽ ഇമാമ് പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടി മിഹ്റാബിലേക്ക് എത്തുന്നത് വരെയുള്ള സമയത്ത് എല്ലാ മേഖലകളിലും, അതൊന്ന് വീട്ടിലാവട്ടെ, ഇനി കടയിലാവട്ടെ, അങ്ങാടിയിൽ പോകുന്ന സമയത്താവട്ടെ, എപ്പോഴും തക്ബീർ ചെല്ലൽ സുന്നത്താണ്. മുർസലായ തക്ബീർ എന്നാണ് പറയാം. അതോടൊപ്പം ഉളുഹിയത്ത് ഉദ്ദേശിക്കാത്ത ആളുകളാണെങ്കിൽ പെരുന്നാളിന്റെ പകൽ അവർ നഖം മുറിക്കണം, ഇക്കൽ സുന്നത്തായ മുടികളൊക്കെ നീക്കണം, നെയ്യത്ത് വെച്ച് പെരുന്നാളിന്റെ കുളി നെയ്യത്ത് വെച്ച് കുളിക്കണം, നല്ല വസ്ത്രം ധരിച്ച് സുഗന്ധമൊക്കെ പുരട്ടി പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി പോകുമ്പോൾ തക്ബീർ ചൊല്ലിക്കൊണ്ട് പോകണം. ആ ദിവസത്തിന്റെ ഷാറാണത്. പള്ളിയിലേക്ക് പോകുമ്പോൾ ഒരു വഴി, തിരിച്ചു വീട്ടിലേക്ക് വരുമ്പോൾ വേറെ വഴി ഉണ്ടെങ്കിൽ അതാണ് നല്ലത് എന്നുകൂടി ഫുഖഹാക്കൾ രേഖപ്പെടുത്തുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ 2 വഴിയിലൂടെയാണ് പോയിരുന്നത്. ആ വഴിയിലുള്ള പാവങ്ങൾക്ക് സദഖ കൊടുക്കാൻ, അല്ലെങ്കിൽ ആ വഴി നാളെ അള്ളാഹു മുമ്പിൽ സാക്ഷി നിൽക്കാൻ. പിന്നെ പെരുന്നാൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മുടെ കുടുംബബന്ധം പുലർത്തണം, കുട്ടികളൊക്കെ സന്തോഷിപ്പിക്കണം. ഇസ്ലാമിക വൃത്തത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ടായിരിക്കണം ആഘോഷം. അള്ളാഹു നമുക്ക് നൽകിയ നിഅമത്താണ് ആഘോഷം. അത് അള്ളാഹു പൊരുത്തപ്പെട്ട രൂപത്തിലായിരിക്കണം. ഇൻഷാ അല്ലാഹ് നല്ല നിലക്ക് ആഘോഷിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.